ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. രാവിലെ കുളിച്ച് റെഡിയായി. നമ്മളുണ്ടല്ലോ ഇന്നലെ മൈസൂർ വന്നു ലാൻഡ് ചെയ്തു. മൈസൂരത്തെ സൂവും പിന്നെ മൈസൂർ പാലസ് കാര്യങ്ങളൊക്കെ നമ്മൾ പോയ. അപ്പം ഇന്ന് രാവിലെ എണീറ്റ് നമ്മുടെ പ്രഭാകരനെല്ലാം കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ലഗേജ് കാര്യങ്ങളൊക്കെ. ഞങ്ങളുണ്ടല്ലോ ഇന്ന് രാവിലത്തെ നമ്മുടെ ഒരു പ്ലാൻ ഇവിടെ നിന്ന് നേരെ ചാമുണ്ടി ഹിൽസിൽ പോകാൻ വേണ്ടിയായിരുന്നു. നോക്കുമ്പോഴത്തേക്ക് അത് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസിൽ ചെറിയ ഓഡിയോൻ്റെ ഇഷ്യൂ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് സോർട്ട് ഔട്ട് ചെയ്ത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ നിന്നത്. അത് ക്ലിയറായി. ഇനി ഇന്ന് മുതൽ വരുന്ന വീഡിയോസിൽ ആ ഓഡിയോൻ്റെ പ്രോബ്ലംസ് കാര്യങ്ങളുണ്ടാവില്ല. അപ്പോൾ നമുക്ക് പോയാടാ. ഓക്കെ. ഇന്നത്തെ ഞങ്ങളുടെ പ്ലാന് നേരെ ഞങ്ങൾ ഇപ്പം മാണ്ഡ്യ പിടിക്കുന്നു ഫസ്റ്റ് കേട്ടോ. മാണ്ഡ്യയിലേക്ക് പോവുകയാണ്. മാണ്ഡ്യ എത്തിയിട്ട് നമുക്ക് കരിമ്പിൻ തോട്ടങ്ങളും അവിടുത്തെ ഒരു ഷുഗർ ഫാക്ടറിയും കാണണമെന്നൊരാഗ്രഹമുണ്ട്. നമ്മൾ മാക്സിമം അത് കിട്ടാൻ വേണ്ടി ശ്രമിക്കും. ശ്രീരംഗപട്ടണ, വെൽക്കം ടു ഹിസ്റ്റോറിക്കൽ ടൗൺ ശ്രീരംഗപട്ടണയിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്. ശ്രീരംഗപട്ടണ അവിടെ നിന്ന് മെയിൻ റോഡിൽ നിന്ന് റൈറ്റ് കയറിയ മെയിൻ ഹൈവേയിൽ നിന്ന് റൈറ്റ് കയറി ഇവിടെ ടിപ്പു സുൽത്താൻ്റെ ഒരു സമ്മർ പാലസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അന്നേരം ഞങ്ങളെ ഗൂഗിൾ ചേച്ചി ഇതാ ഏതെല്ലോ കാട്ടിക്കൂടി കൊണ്ടുപോകുന്നുണ്ട്. ഇത്രയും നേരം നിങ്ങൾ ഹൈവേ അല്ല കണ്ടത്. അന്നേരം നമുക്ക് ഹൈവേ അല്ലാത്ത സ്ഥലത്തെ കൂടി ഒന്ന് പോയി നോക്കാം. ഹൈയുടെ റോഡ് ഇവിടെ അവസാനിച്ച് ഇതിനാണ് വഴി ഇങ്ങനെ സ്ട്രൈറ്റ് കാണിക്കുന്നത്. ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസ് ഏതോ അള്ളിക്കാട്ടിൽ കൊണ്ടുപോയി വെച്ചേക്കുന്നു. ഇവിടെ ഒരു പശു മാത്രമുണ്ട്. കൃഷിയിടം പോലും, കൃഷി കഴിഞ്ഞു കേട്ടോ. ഇവിടെ എന്തോ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഉണ്ട്, പക്ഷേ ഒന്നും അത്ര ആക്റ്റീവ് അല്ല. ദൈവത്തിനറിയാം. ഇതാണത്. ಟಿಪ್ಪು ಸುಲ್ತಾನ್ದು ಸಮ್ಮರ್ ಪ್ಯಾಲೇಸ್ ಇಲ್ಲಿಗೆ ಅಲ್ವಾ? ಆ ಕಡೆಯಿಂದ ಬರಬೇಕಾ? ಹಾ ಹಾ, ಇದು ಹಳೆ ಕಾಲದ್ದು. ಹೌದಾ? ನಮ್ಮ ಅಪ್ಪನ ಕಾಲದ್ದು. ಗೇಟ್ ಮುಚ್ಚಿಬಿಟ್ಟವ್ರೆ ಈಗ. ಹಾ ಹಾ, ನಿಮ್ಮ ಅಪ್ಪನ ಕಾಲದ್ದು ಇದು. ಅದಿರಲಿಲ್ಲ, ಇಲ್ಲೇ ಇದ್ದದ್ದು. ಓ, ಈಗ ಮೊದಲು ನಿಮ್ಮ ಅಪ್ಪನ ಕಾಲದಲ್ಲಿ ಇಲ್ಲೇ ಇತ್ತು, ನಮ್ಮ അപ്പൻ കാലದಲ್ಲಿ. ಈಗ ನನ್ನ കാലದಲ್ಲಿ ഇല്ലില്ല. ഇങ്ങനെ വന്നപ്പോൾ ഭാഗ്യത്തിന് അവിടെ ഒരു ചേട്ടനെ കണ്ടേ. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞത് നമ്മുടെ കുറേ വർഷങ്ങൾക്ക് എൻ്റെ അപ്പൻ്റെ ഒക്കെ കാലത്തിന് മുമ്പ് ഇതിലായിരുന്നു ഒരു ഗേറ്റ്. ഇപ്പോൾ ആളുകളെല്ലാം തല്ലിപ്പൊളിച്ച് കളഞ്ഞു. അതുകൊണ്ട് ഇപ്പം ഈ റോഡ് നേരെ പോയിട്ട് അവിടെ ലെഫ്റ്റ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗേറ്റ് കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിലേ കയറാമെന്നാണ് പറഞ്ഞത്. ഇതാണ് കേട്ടോ ഒറിജിനൽ. നമ്മൾ അന്ന് വഴി മാറിപ്പോയിട്ടാ. ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസ് അവിടെ ഗേറ്റെല്ലാം ഉണ്ട്. കൊള്ളാം, നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലേ. നമ്മൾ കയറി വന്നതിൻ്റെ പുറകെ സൈഡിൽ പോലെ വഴി മാറിപ്പോയതുകൊണ്ട് നമ്മൾ കയറി വന്ന പുറകെ സൈഡ് കൂടി ആയിപ്പോയി. തെറ്റ് നമ്മുടെ ഭാഗത്താണ്, ക്ഷമ ചോദിക്കുന്നു. പക്ഷെ ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, മുൻകൂട്ടി അറിയത്തേയില്ലായിരുന്നു. വണ്ടി ഇവിടെ വെക്കാം അല്ലടാ. ഇവിടെ എൻട്രി വേണമെങ്കിൽ ഇവിടെ ഓഫ്ലൈനായിട്ടൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അതിന് ജസ്റ്റ് ഇവിടെ വന്നിട്ട് സ്കാൻ ചെയ്ത് കോഡ് എടുത്ത് പേ ചെയ്തതിന് ശേഷം ഉള്ളിൽ കയറണം. അങ്ങനെയാണ്. ഉണ്ടല്ലോ കുറേ നേരമായിട്ട് എൻ്റെ ടിക്കറ്റ് ഓൺലൈനിൽ എടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ഇവിടെ വരുന്ന ഇത്രയും ആൾക്കാരും വന്നിട്ട് കയറാൻ പറ്റാതെ ചെയ്തേക്കാണ്. കാരണം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് പൂർണ്ണതയോടെ ചെയ്യണം. ഇതിപ്പോൾ ആളുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉള്ളവർക്കും മര്യാദ അറിയത്തില്ല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അവർ ജസ്റ്റ് അവിടെ പ്രതിമ പോലെ അവിടെ ഇരിപ്പുണ്ട്, അവിടെ പോയി പുറത്ത് പോയിട്ടുണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു. കാര്യമില്ല, നമുക്ക് കയറണമെങ്കിൽ വലിയ പാടാണ്. പിന്നെ ഉണ്ടല്ലോ ഇവിടെ എന്താ പറയുക, ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കും അതിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് കാണിച്ചു തരാം തൽക്കാലത്തേക്ക്. എന്തായാലും അകത്ത് കയറാൻ പറ്റത്തില്ല. 1784 ടിപ്പു സുൽത്താനെ ഉണ്ടാക്കി വെക്കുന്ന ഒരു സമ്മർ പാലസാണ്. സമ്മർ സമയത്ത് വിശ്രമത്തിന് വേണ്ടിയിട്ട് ഉള്ളത്. ഇത് വുഡനിലാണ് ഇതിൻ്റെ സ്ട്രക്ചർ. ആ ഒരു ദൂരെ കാണുന്ന ആ ഒരു ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. അതിപ്പം കവറിങ് ഒക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിപ്പുവിൻ്റെയും ഹൈദറിൻ്റെയും യുദ്ധത്തിൻ്റെ പെയിൻറ്റിങ്ങുകൾ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളതെന്നാണ് ഡീറ്റെയിൽസിൽ പറയുന്നത്. നല്ല അടിപൊളി ഒരു നല്ല ഗാർഡനൊക്കെ ആയിട്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവർ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് വിടാം. നമ്മളിനിപ്പോൾ അകത്ത് കയറും. നമ്മൾ അത്ര ലേറ്റ് ആവുന്നില്ല, നമ്മൾ വിട്ടേക്കുക. ഞങ്ങൾക്ക് നൈസായിട്ട് ചെറിയൊരു പണി കിട്ടിയ ഹൈവേയിൽ വരുന്ന വഴിക്ക് ഇവിടെ വഴി തടയാൽ സമരം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ ആ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ വണ്ടി കയറ്റി ഒരുവിധം ഇപ്പുറം എത്തി. നോക്കി, ഞങ്ങൾ കിലോമീറ്റർ ദൂരത്തിൽ ഫുള്ള് ബ്ലോക്ക്. ഇത് മെയിൻ ഹൈവേ ആണ്. മൈസൂർ ബാംഗ്ലൂർ മെയിൻ ഹൈവേ ആണ്. എന്തോരാ നോക്കിയത്? അയ്യോ, 2 മിനിറ്റ് നമ്മൾ എത്തിയിട്ട് 2 മിനിറ്റ് 3 മിനിറ്റിലെടുത്താ.
3 മിനിറ്റ് കൊണ്ടുണ്ടായ ബ്ലോക്ക്. അത് ബ്ലോക്ക്, ഫുള്ള് ബ്ലോക്കായി. അയ്യോ, അങ്ങനെ നമ്മൾ ഏകദേശം മാണ്ഡ്യയോടടുത്ത് കേട്ടോ. മാണ്ഡ്യയോടടുത്തപ്പോൾ തന്നെ സിമ്പിൾ നിങ്ങൾ കണ്ടില്ലേ, ഇത് കരിമ്പെല്ലാം വലിയ കെട്ടുകെട്ടാക്കിയിട്ട് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നത്. ഇവിടെ മാണ്ഡ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് കരിമ്പ് കൃഷിക്ക് ഭയങ്കര പേരുകെട്ട സ്ഥലമാണ്. ഇവിടെ ഏക്കർ കണക്കിന് ഏരിയയിൽ കരിമ്പ് തോട്ടം ഇങ്ങനെ കിടപ്പുണ്ട്. വെൽക്കം ടു ഷുഗർ സിറ്റി മാണ്ഡ്യ എന്ന്. ഇവിടെയും സ്കൂളൊക്കെ തുറന്നു, പിള്ളേരെല്ലാം ക്ലാസ് വിട്ട് വരുന്നു. കർണാടകത്തിലെല്ലാം പഴയ പോലെയാണ് കേട്ടോ. സ്കൂള് തുറന്നു, കോളേജ് തുറന്നു, എല്ലാവരും പോകുന്നു വരുന്നു. ഞങ്ങളുണ്ടല്ലോ മാണ്ഡ്യ ഇവിടെ കുറച്ചെത്തിയാൽ നോക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് ഇഷ്ടം പോലെ കരിമ്പന്തോട്ടം കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ ഹൈവേന്ന് ജസ്റ്റ് ഒരു ഡീവിയേഷൻ എടുത്തു ഇടത്തേക്ക്. നമുക്ക് കുറച്ച് നേരം പോയി നോക്കാം, നല്ല കരിമ്പിൻ തോട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാമല്ലോ. പക്ക. ഒരു പഞ്ചസാരയുടെ മണമുണ്ടല്ലേ അവിടെ. ഇവിടെ ഇതാണ് ഫാക്ടറി. അത് അവിടെ ഒരു ഫാക്ടറി ഉണ്ട്, അടിപൊളി, നല്ല മണം. ഒന്ന് നമുക്ക് ആദ്യം ഇത് കരിമ്പൻ തോട്ടം കണ്ടിട്ട് വരാമല്ലോ. റോഡ് നല്ല അടിപൊളി റോഡല്ലേ, ഹൈവേ അടിപൊളി റോഡല്ലേ. അവിടെ ഇതെന്ത് പശുവാണ് ഇത്? പുഷ്ടിപ്പെട്ട് ചെറിയ കാല് പക്ഷെ വലിയ വയറ്. ഈ റോഡ്, ഈ ഉള്ളിലോട്ടുള്ള റോഡെല്ലാം പക്ക ഇതാണ്, പോക്കാണ്, ടാറെല്ലാം പോയ റോഡാ. ഗ്രാമ വഴികൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ അല്ലേ. അടിപൊളി. പെട്ടെന്ന് തന്നെ ഒറ്റ ഒരു ഡീവിയേഷൻ ഒരു 100 മീറ്റർ ഉള്ളിലോട്ട് കയറിയപ്പോൾ തന്നെ എന്ത് വ്യത്യാസമല്ലേ. റോഡാണെങ്കിലും ആളുകളുടെ താമസത്തിൻ്റെ ഇതാണെങ്കിലും. അവിടെ ഇവിടെ മറ്റേ മൾബറി ഉണ്ട് കേട്ടോ, ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്ന മൾബറിയാണ്. വെറുതെ പോവാ, ഇങ്ങനെ ഇന്ന സ്ഥലമൊന്നുമില്ല. പശുമ്പ. കടിക്കുന്ന പട്ടിയാണോ എന്തോ. എടാ, നിനക്ക് തിരിച്ചു പോകാനുള്ള വഴി ഓർമ്മയുണ്ടോ? ഇത് വീടിൻ്റെ ഏരിയ ആണ്. ഓക്കെ, എന്താ ചെയ്യാം, നമുക്ക് തിരിക്കാം അല്ലേ. പക്ക ഗ്രാമമാണ്. എല്ലാ വീട്ടിലും പശുവുണ്ട്. കാളവണ്ടി ഇതേ വരുന്നു. അങ്ങനെ നമ്മൾ വന്ന് കരിമ്പൻ തോട്ടത്തിൻ്റെ ഇടയ്ക്ക് എത്തി. കരിമ്പ് പിഴിഞ്ഞിട്ടിട്ടേക്കുന്നല്ലേ, ചണ്ടി. ನಮಸ್ಕಾರ. ಜಸ್ಟ್ ನಾವು ಆಲ್ ಇಂಡಿಯಲ್ಲಿ ರೈಡಿಗೆ ಹೋಗ್ತೇವೆ. ಸೊ ಜಸ್ಟ್ ಇಲ್ಲಿಗೆ ಇದು ಬಂದ ಮೇಲೆ ನೋಡಿದೆ ಇಲ್ಲಿಗೆ ಫ್ಯಾಕ್ಟ್ರಿದು. ಜಸ್ಟ್ ಒಂದು ಸಲ ನೋಡೋದಕ್ಕೆ ಬಂದಿದೆ. ನಿಮ್ಮದು ಪ್ರೊಸೆಸಿಂಗ್ ವರ್ಕ್ ನಡೀತಾ ಆಗಿದೆಯಾ? ಅದು ಏನದು ಶರ್ಕರೆನಾ? ಎಲ್ಲನೂ ಬೆಲ್ಲ. ಹಾಂ. ಇದು ಈಗ ಅದು ರೆಡಿ ಆಯ್ತು ಅದು? ಓಕೆ. ಇದರಲ್ಲಿ ನಚ್ಚು ಇದರಲ್ಲಿ ಹಾಕುತ್ತೆ. ഓക്കെ. ഇതുണ്ട് ഇവിടെ കുറിയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വലിയ അത്ര 1 2 3 ഫാക്ടറി ഉണ്ട്. 3 ചെമ്പ് വലിയ വട്ടണം പോലത്തെ ചെമ്പ്. അത് ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് ശർക്കരയാക്കി എടുക്കും. ഇതിൻ്റെ അകത്ത് ഉണ്ട് കേട്ടോ, കുറേശ്ശെ ഉണ്ടല്ലേ. ഇത്ര വരുത്താ ഈ ടൈപ്പ് സാധനം വരുന്നത് ശർക്കര. നമ്മുടെ നാട്ടിൽ ബെല്ലമില്ല, ബെല്ലം അതാണ് സാധനം. ಬೆಲ್ಲ ಇದು ಇಲ್ಲಿಂದ ಎಲ್ಲಿಗೆ ಸೆಂಡ್ ಮಾಡ್ತಾರೆ? ಇದು ಮಂಡ್ಯ ಮಾರ್ಕೆಟಿಗೆ. ಓಕೆ. ಕೇರಳಕ್ಕೆಲ್ಲ ಇಲ್ಲಿಂದ ಹೋಗ್ತಾರೆ ಅಲ್ವಾ? ಎಲ್ಲ ಕಡೆಯೂ. ಓಕೆ. ಇದು ನೀವು ಇಲ್ಲಿಗೆಲ್ಲ ಕಲೆಕ್ಟ್ ಮಾಡಿಬಿಟ್ಟು ಇಲ್ಲಿ ಪ್ರೊಸೆಸ್ ಮಾಡ್ತಾರೆ ಏನು ಹತ್ರ? ಓಕೆ. ಇಲ್ಲಿಗೆ ಫುಲ್ಲು ಮಂಡ್ಯ ಫುಲ್ಲು ಶುಗರ್ ಕೇನ್ ಅಲ್ವಾ? ಶುಗರ್. ಓಕೆ, ಆಯಿತು. ಇಲ್ಲಿಗೆ ನಮ್ಮದು ಶರ್ಕರೆ ಆಮೇಲೆ ಇನ್ನೊಂದು ಬರುತ್ತೆ ಅಲ್ವಾ, ಶುಗರ್ ಬರುತ್ತೆ ಅಲ್ವಾ? ಹಾಂ, ಫ್ಯಾಕ್ಟ್ರಿಯಲ್ಲಿ. ಓಕೆ. ಇಲ್ಲಿಗೆ ನೀವು ಶರ್ಕರೆನೇ ಎಲ್ಲ. ಓಕೆ ಆಯಿತು. ಬರ್ತೀನಿ, ನಾವು ಜಸ್ಟ್ ನೋಡೋದಕ್ಕೆ ಬಂದಿದೆ.
അപ്പോൾ കണ്ടില്ല നിങ്ങൾ നമ്മുടെ പഞ്ചസാര അല്ല ശർക്കര വെള്ളം ഉണ്ടാക്കുന്ന ഫാക്ടറിയുടെ കാഴ്ചകൾ മാണ്ഡ്യയിൽ. ഇതുപോലെ ഇതുണ്ടോ, ഈ കാണുന്ന സൈഡിൽ മൊത്തം ഇത് കരിമ്പ് കൃഷിയാണ്. അതെല്ലാം കൊണ്ടുവന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് പ്രോസസ്സ് ചെയ്ത് ശർക്കരയാക്കിയിട്ട് അതെല്ലാം നമ്മുടെ നാട്ടിൽ വെള്ളം ആക്കിയിട്ട് കയറ്റി അയക്കും. നമ്മുടെ നാട്ടിലോട്ടും തമിഴ്നാട്ടിലോട്ടും എല്ലായിടത്തോട്ടും വരും. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചസാര ഫാക്ടറിയിലാക്കുന്നതെന്ന് ഇവരിവിടെ ചെയ്തില്ല, അത് ഫാക്ടറിയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട്? നീ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്? നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടല്ലേ? ഞാൻ ഓക്കെ ഓക്കെ. നമ്മളങ്ങനെ മധുർ എത്തിയ മധുർ. ഈ മധുറിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഉണ്ടോ, ഇവിടെ മധുറിൽ ഇവിടെ തന്നെ ഇവരുടെ തന്നെ ഒരു പ്രത്യേക വടയുണ്ട്, മധുർ വട. ഇവിടുത്തെ എല്ലാ ഷോപ്പിലും കിട്ടും. അപ്പം സൈഡിൽ ഷോപ്പുണ്ട്, അവിടെ മധുർവടയുണ്ട്. നമുക്ക് മധുർവട കഴിക്കാം. ആണെന്ത് മധുർവട കൊടി ഒന്നിക്കൊടി ചേട്ടാ, ഇതാണ് സാധനം കേട്ടോ, മധുർവട. എങ്ങനെയുണ്ട്? പരിപ്പാട ഇതിനിവിടെ പറയുന്ന മധുർവട എന്നാണ്. വലുതാണ്, പരിപ്പാടേക്കാളും വലുതാണ്. അങ്ങനെ നമ്മൾ ചന്നപട്ടണ ലാൻഡ് ഓഫ് ടോയ്സ്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെൽക്കം ടു ലാൻഡ് ഓഫ് ടോയ്സ് ചന്നപട്ടണ എത്തിയേ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലൊക്കെ കാണാം, ലെഫ്റ്റ് റൈറ്റ് സൈഡുകളിലൊക്കെ കാണാം ചന്നപട്ടണയുടെ സ്പെഷ്യൽ ടോയ്സുകൾ. വുഡനിൽ കൊത്തിയെടുത്തേക്കുന്ന, മരത്തിൻ്റെ ഇതിൻ്റെ അകത്ത് കൊത്തിയെടുത്തേക്കുന്ന കളിപ്പാട്ടങ്ങൾ. നമ്മളങ്ങനെ ചന്നപട്ടണം ഇവിടെ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ദിരാ ക്യാൻറ്റീൻ ചന്നപട്ടണം ഇവിടെയുണ്ട്. അപ്പം ഇങ്ങോട്ടേക്ക് കയറുകയാണ്. നോക്കി നിങ്ങൾ, എന്തോരം ആളാണ് ടൗണിൽ ഇറങ്ങിയേക്കുന്നത്. ഇവിടെ കോവിഡ് ആയതുകൊണ്ട് അങ്ങനെ തിരക്കിനൊന്നും യാതൊരു തര കുറവുമില്ല. കുറച്ച് പേര് മാസ്ക് ഇട്ടിട്ടുണ്ട്, കുറേ പേര് മാസ്ക് ഇടാതെ തന്നെയാണ് പോകുന്നത്. സോറി ഗൈസ്, ഞങ്ങളുണ്ടല്ലോ ചന്നപട്ടണയിലെ ഈ ടോയ്സിൻ്റെ ഷോപ്പ് ഇത് ഫാക്ടറി ഉണ്ടാക്കുന്ന സ്ഥലം കുറേ നോക്കി വന്നു. അപ്പോൾ ചെറുതെല്ലാം കണ്ടത് ഈ റോഡ് സൈഡിൽ വിൽക്കുന്ന ഇടങ്ങ്. അപ്പം വലുത് വരട്ടെ നോക്കി വന്ന അവസാനം ചന്നപട്ടണവും കഴിഞ്ഞ് ഇങ്ങെത്തി. അതുകൊണ്ട് ഇപ്രാവശ്യം കാണിക്കാൻ പറ്റിയില്ല. സാമ്പിൾ കുറച്ച് ഫോട്ടോ കാര്യങ്ങൾ ഞാനിത് താഴെ ഇതിൻ്റെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ള ടോയ്സാണ് മെയിനായിട്ട് ചന്നപട്ടണയിൽ ഉണ്ടാക്കലുള്ളത്. കർണാടകയിലൊക്കെ ഭയങ്കര പ്രശസ്തമാണ് ഈ ചന്നപട്ടണ ടോയ്സ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ ഇനി ചെല്ലുന്നത് രാംനഗരയാണ്. രാംനഗര എന്ന് പറയുന്നത് സിൽക്ക് സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബാംഗ്ലൂരേക്ക് ഇന്നെത്തും. റോഡിലിപ്പോൾ വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഞങ്ങൾ ഭക്ഷണമെല്ലാം കഴിച്ച് അതിൻ്റെ ഒരു ആലസ്യത്തിൽ ആ റോട്ടിൽ കൂടി നല്ല വിശാലമായ നല്ല തണുത്ത കാറ്റെല്ലാം കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുണ്ടല്ലോ ജസ്റ്റ് നമ്മുടെ ബാംഗ്ലൂർ മൈസൂർ ഹൈവേന്ന് ജസ്റ്റ് ഒരു ലെഫ്റ്റ് കയറിയേ. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മുടെ വണ്ടർല. അറിയില്ല എല്ലാവർക്കും, നമ്മുടെ വീഗാലാൻഡിൻ്റെ വണ്ടർല. ഇപ്പോൾ ബാംഗ്ലൂർ വണ്ടർല ഓപ്പൺ ആണോ അതോ അവിടെ ഇപ്പം വണ്ടർല ഉണ്ടോ, കോവിഡിന് ശേഷം വണ്ടർലയുടെ അവസ്ഥ എന്താണ്, അതൊന്നും കയറാൻ പറ്റില്ലായിരിക്കും. ജസ്റ്റ് നമുക്ക് പുറത്ത് പോയി നോക്കാമല്ലോ വണ്ടർലയുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ വണ്ടർലയുടെ ഇവിടെ എത്തിയേ, വണ്ടർല തുറന്നിട്ടില്ല. ഇത് ഓപ്പൺ ആക്കിയതാ വണ്ടർല? ಓಕೆ, ಮತ್ತೆ 13ರಿಂದ ಸ್ಟಾರ್ಟ್ ಆಗುತ್ತೆ. ಓಕೆ, ನಾವು ಕೇರಳದಲ್ಲಿಂದ ಬರುತ್ತೆ. ಜಸ್ಟ್ ಆಲ್ ಇಂಡಿಯಾ ರೈಡಿಗೆ ಹೋಗ್ತೀನಿ. ಈಗ ಬ್ಯಾಂಗ್ಳೂರಲ್ಲಿ ವಂಡರ್ಲಾ ಫೇಮಸ್ ಅಲ್ವಾ, ಸೊ ಅದಕ್ಕೆ ಜಸ್ಟ್ ಒಂದ್ಸಲ ಬಂದ್ಬಿಟ್ಟು ನೋಡ್ಬಿಟ್ಟು ಅದಕ್ಕೆ ಬಂದಿದೆ ಓಪನ್ ಇದೆಯಾ ಅಂತ. ನಾವು ಚಾನಲ್ ಮಾಡ್ತಾರೆ ರೈಡಿಂಗ್ ಎಲ್ಲ, ಸೊ ಅದಕ್ಕೆ ಜಸ್ಟ್ ಇನ್ಫಾರ್ಮೇಷನ್ ಪಾಸ್ ಮಾಡಬೇಕಲ್ವ, ಅದಕ್ಕೆ ಬಂದಿದೆ. ಓಕೆ, ವಂಡರ್ಲ ಉಂಟല്ലോ നമ്മുടെ ഒരു 13ರಿಂದ. ಓಕೆ, ಈಗ ಯಾರಿಗೆ ಓಪನ್ ಇದೆ? ಈಗ ಇನ್ನು ಯಾರಿಗೂ ಕೊಟ್ಟಿಲ್ಲ. ಮಂಡೆಯಿಂದ ಇದು ಡಾಕ್ಟರ್ ನರ್ಸ್
അവർക്ക് ഓക്കെ ഉണ്ടല്ലോ. 13 മുതലാണ് ഇതിൻ്റെ പബ്ലിക്കിനെല്ലാം ഓപ്പൺ ആയിട്ട് വരുന്നത്. പക്ഷേ ഈ ഒരു തിങ്കളാഴ്ച മുതൽ ഡോക്ടേഴ്സിനും നേഴ്സുമാർക്കും അവർക്ക് ആ ഒരു ആരോഗ്യ പ്രവർത്തകർക്ക് സ്പെഷ്യലായിട്ട് വേണ്ടിയിട്ട് വണ്ടർല ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല കാര്യമല്ലേ അല്ലേ? ഞാനുണ്ടല്ലോ ഇതുവരെ ബാംഗ്ലൂർ വണ്ടർലയിൽ പോകണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ്. പക്ഷേ ഇതുവരെ ബാംഗ്ലൂർ വണ്ടർലയിനുള്ളിൽ കയറാൻ പറ്റിയില്ല. എന്തായാലും നമുക്ക് ഈ ഓൾ ഇന്ത്യ ട്രിപ്പെല്ലാം കഴിഞ്ഞ് വരുന്ന സമയത്ത് എപ്പോഴെങ്കിലും പറ്റുവാണെങ്കിൽ വണ്ടർലയിലും കൂടി കയറാം. അങ്ങനെ നമ്മൾ വണ്ടർല കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ ബാംഗ്ലൂർക്കാണ് നമുക്ക് പോകാനുള്ളത്. ബാംഗ്ലൂർ പോകണം. ഇന്നലത്തെ പോലെ തന്നെ ദൈവദൂതൻ അഭിനന്ദ് അവൻ്റെ ശരിക്കും വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. അപ്പോൾ മൈസൂർ വന്നെയാണ്. അപ്പോൾ ബാംഗ്ലൂർ അവൻ്റെ റൂമുണ്ട്. അവൻ പറഞ്ഞു എന്നാൽ റൂമിലോട്ട് പോകാൻ നമുക്ക് റൂമിൽ സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നും നമുക്ക് ദൈവദൂതനായി അഭിനന്ദ് അവതരിച്ചിട്ടുണ്ട്. ശരിക്കും ഉണ്ടല്ലോ ഞങ്ങൾ രണ്ടുപേരും എൻ്റെ വലിയ അത്യാവശ്യം ലോങ് റൈഡ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗോവയിലേക്കാണ്. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഗോവയിലേക്ക് റൈഡ് പോയിരുന്നു. അപ്പോൾ അഭിനന്ദ് ഞങ്ങളെല്ലാം കൂടി ഒരുമിച്ചാണ് പോയത്. അങ്ങനെയാണ് ഞങ്ങളുടെ റൈഡിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങിയത്. അപ്പം ആ യാത്ര നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നു. അതിൻ്റെ ഒരു എന്താ പറയുക ബ്ലോഗൊക്കെ ആയിട്ട് ഞാൻ എഴുതുകയൊക്കെ ചെയ്തു. ഞാൻ അങ്ങനെയൊക്കെയാണ് എഴുതിയൊക്കെ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഒരു ബ്ലോഗിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. വായിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് വായിക്കാം കേട്ടോ. പിന്നെ ആർക്കും താല്പര്യം ഉണ്ടാവില്ലല്ലേ? നാളെ മുതൽ പിന്നെ നിങ്ങൾ കാണാൻ പോകുന്നത് ബാംഗ്ലൂരിൻ്റെ കാഴ്ചകളായിരിക്കും. ബാംഗ്ലൂരിൻ്റെ ഞങ്ങളെക്കൊണ്ട് പറ്റാവുന്ന അത്രയും കാഴ്ചകൾ നിങ്ങൾക്ക് ഞങ്ങൾ കവർ ചെയ്ത് തരും. അല്ല അവിടെ രാവിലെ നീ ആദ്യമായിട്ടാണോ ബാംഗ്ലൂർ? ഫസ്റ്റ് ടൈം ബാംഗ്ലൂർ. ഓക്കെ. അല്ല ഇന്നത്തെ റൈഡ് നല്ല അടിപൊളി റൈഡ് അല്ലായിരുന്നു? ഓക്കെ. പിന്നെ ഉള്ള ബുദ്ധിമുട്ടൊന്നും പിന്നെ ഒന്നുമില്ലായിരുന്നു. നല്ല പിന്നെ വരുന്ന വഴിക്കെല്ലാം റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നേ. നല്ല പക്ഷേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ റോഡ് അടച്ചോ അല്ലെങ്കിൽ ടാറില്ലാത്ത റോഡ് വെച്ചിട്ടോ അങ്ങനെയൊന്നുമല്ല വർക്ക് നടക്കുന്നത്. നമുക്ക് ഒരു സൈഡിൽ വർക്ക് നടക്കുന്നു, മറ്റേ സൈഡിൽ നമുക്ക് പോകാനുള്ള റോഡ് പാരലൽ റോഡ് ടാർ ചെയ്തിട്ടാണ് വർക്ക് നടക്കുന്നത്. ഞങ്ങൾ മഴയുടെ കാര്യം പറഞ്ഞ് നാക്ക് വായിലിട്ടില്ല. അപ്പാടെ എവിടെ നിന്നോ കുറച്ച് മഴമേഘം വന്നിട്ട് ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടെല്ലാം ഞങ്ങളെ കുറച്ച് നനയ്ക്കുന്ന രീതിയിൽ പെയ്തു. അത് കഴിഞ്ഞിട്ട് മഴയങ്ങ് പോയേ. നമ്മൾ ഏകദേശം ബാംഗ്ലൂരിനോട് അടുത്ത് കേട്ടോ. കെങ്കേരി എത്താറായി ഇപ്പോൾ നമ്മൾ. പെയ്തില്ല എന്ന് പറഞ്ഞ് എന്താ നമ്മൾ എന്ത് കേട്ടു തോന്നുന്നല്ലേ? നൈസ് റോഡ് ബാംഗ്ലൂരുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും. നൈസ് റോഡ് ഇപ്പം ബാംഗ്ലൂർ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. നൈസ് റോഡ് എന്ന് പറയുന്നത് ബാംഗ്ലൂരിൻ്റെ ഔട്ടറിലൂടെ ഉള്ള ഒരു പ്രൈവറ്റ് റോഡാണ്. അതിൽ നമ്മൾ ടോൾ കൊടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന അത് 6 വരിപ്പാത. 6ആണോ? നമുക്ക് കയറി കഴിഞ്ഞിട്ട് എണ്ണാം. ഇത് 6 വരിപ്പാതയാണ് കേട്ടോ. 1 2 3 അപ്പുറം 3 6 വരിപ്പാത. യൂട്യൂബ് കാണുന്നവർക്കെല്ലാം നല്ല സുപരിചിതമായിരിക്കും ഈ റോഡ്, നൈസ് റോഡ് എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രെൽ മച്ചാൻ്റെ സ്ഥിരം റൈഡിങ് ഏരിയയാണ് ഈ നൈസ് റോഡ് എന്ന് പറയുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് നോക്കിക്കൊണ്ട് പോവുകയാണ്. അഥവാ പുള്ളിക്കാരൻ വല്ല ടെസ്റ്റ് റൈഡ് വല്ല നടത്തുന്നുണ്ടോ എന്ന് കാണാൻ വേണ്ടിയിട്ട്. ഹെൽമെറ്റ് കണ്ട അപ്പോൾ നമ്മൾ പിടിക്കുമല്ലോ. സ്ട്രെല്ലിൻ്റെ വർക്ക്ഷോപ്പ്. അടിപൊളി റോഡാട്ടോ, നല്ല നൈസായിട്ട്. ടൗണിലോട്ട് കയറുകയാണ്. നിങ്ങൾ ആ ലെഫ്റ്റ് സൈഡിലുള്ള സെന്നിൽ നോക്കിക്ക്, ഡിക്കിയിൽ 3 പിള്ളേരെ ഇട്ടിട്ട്. ഇതാണ് ബേബി ഓൺ ബോർഡ് എന്ന് പറയുന്നത് കേട്ടാ. അയ്യോ എത്ര പേരുടെ അതിൻ്റെ അകത്ത്? 12 പേരാ. അയ്യോ ഒരു സെന്നില്. അടിപൊളി. അങ്ങനെ നമ്മൾ ഒഫീഷ്യലായി ബാംഗ്ലൂർ നഗരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അങ്ങനെ ഇന്നും അഭിനന്ദിൻ്റെ റൂമിൽ എത്തി. ഇവിടെ ബാംഗ്ലൂർ ജാലകളിയിൽ നല്ല മഴയായിരുന്നു. കൂടാതെ നമ്മുടെ കോപ്പറയുടെ ചാർജും തീർന്നു പോയി. ഈ മഴയത്ത് പിന്നെ മാറ്റിയിടാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തില്ല. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നാളെ മുതൽ നിങ്ങൾ കാണാൻ പോകുന്നത് ബാംഗ്ലൂർ നഗരത്തിൻ്റെ വ്യത്യസ്തമായ കാഴ്ചകളാണ്. അപ്പം ഇന്നത്തേക്ക് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രേ ഉള്ളൂ. നീ ആയിരുന്നു കാണിക്കണ്ടേ? ഇത് ഇവിടെ വന്ന് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്.